ഡൽഹിക്ക് സമീപത്തെ ഗാസിയാബാദിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 7 വയസ്സുകാരൻ 30 വർഷങ്ങൾക്ക് ശേഷം തിരികെ വീട്ടിലെത്തി. സാഹിബാബാദ് സ്വദേശിയായ രാജു എന്നയാളാണ് വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തിയത്. രാജുവും സഹോദരിയും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് രാജുവിനെ തട്ടിക്കൊണ്ടുപോയത്. 1993 സെപ്റ്റംബർ 8-നാണ് രാജുവിനെ കാണാതായത്. ഈ സമയം രാജുവും കുടുംബവും സാഹിബാബാദിലായിരുന്നു താമസം. രാജുവിനെ കാണാതായതിന് പിന്നാലെ അന്ന് തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ കുട്ടിയെ കണ്ടെത്താനായില്ലെന്ന് മാത്രമല്ല, കേസ് പരിഹരിക്കപ്പെടാതെ തുടരുകയും ചെയ്തു. തന്നെ തട്ടിക്കൊണ്ടുപോയവർ രാജസ്ഥാനിലേക്ക് പറഞ്ഞയച്ചുവെന്നും അവിടെയാണ് താൻ ഇത്രയും വർഷം താമസിച്ചിരുന്നതെന്നും തിരികെയെത്തിയ രാജു വെളിപ്പെടുത്തി. രാജസ്ഥാനിലെത്തിയ ശേഷം കഠിനമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നുവെന്നും സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്നും രാജു പറഞ്ഞു. കഴിക്കാൻ വൈകുന്നേരം റൊട്ടിയല്ലാതെ മറ്റൊന്നും നൽകിയിരുന്നില്ല. രാത്രിയിൽ രക്ഷപ്പെടാതിരിക്കാൻ തട്ടിക്കൊണ്ടുപോയ സംഘം കെട്ടിയിടുമായിരുന്നു. ഒടുവിൽ രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് ഒരു ട്രക്കിൽ കയറുമ്പോൾ മാതാപിതാക്കളുടെ പേരൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ താമസിച്ചിരുന്ന നഗരം രാജുവിനെ ഓർത്തെടുക്കാനായി. തലസ്ഥാനത്തെത്തിയ ശേഷം പല പോലീസ് സ്റ്റേഷനുകളിലും കയറിയിറങ്ങി. എന്നാൽ ഒരു സഹായവും ലഭിച്ചില്ല. അങ്ങനെയാണ് ഗാസിയാബാദിലെ ഖോഡ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടുത്തെ പോലീസാണ് രാജുവിന് വേണ്ട സഹായങ്ങൾ നൽകിയത്. പോലീസ് രാജുവിനെ പരിചരിക്കുകയും ചെരുപ്പ്, ഭക്ഷണം, വെള്ളം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തു. കൂടാതെ മാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും രാജുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇതുകണ്ടാണ് രാജുവിന്റെ അമ്മാവൻ പോലീസിൽ ബന്ധപ്പെടുന്നതും രാജുവിന് തന്റെ കുടുംബത്തെ തിരികെ ലഭിക്കുന്നതും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.